ചാറ്റ് ഇനി ഈ ലൈവ് എന്ന് വെച്ചാൽ കുറേ ദിവസത്തേക്കുള്ള ലൈവ് എന്ന് വെച്ചാൽ വിതറിങ് വേവ് എന്ന് പറഞ്ഞ ഒരു അനിമെ ഗെയിമുണ്ട്. ഒരു സ്റ്റോറി മോഡലുള്ള ഒരു ഗെയിമാണ്ടാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടാണ്. 10-25 GB 20 GB അടുപ്പിച്ച് സൈസ് ഉണ്ട്. ഞാൻ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗെയിം ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പാക്കെല്ലാം ഇതെല്ലാം സെറ്റാക്കി ലോഗിൻ ചെയ്ത് ഇപ്പോൾ വേണ്ട ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ നിൽക്കുവാണ്. ഇപ്പോഴാണ് ഞാൻ ഈ ഗെയിം കളിക്കാൻ പോണത്. ഇനി മുതലുള്ള ലൈവ് എന്ന് വെച്ചാൽ കുറേ ദിവസത്തേക്ക് ഈ ഗെയിം ബീറ്റ് ചെയ്യണമല്ല ഈ ഒരു ഗെയിമിൻ്റെ ലൈവ് ആയിരിക്കും. പേര് ഓക്കെ, റെഡ് ഫോക്സ് ഒഫീഷ്യൽ പേരാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാറ്റ്. സൗണ്ടൊക്കെ സെറ്റാണ്. ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ ഈ പട്ടികൾ ഇനി കുറേ ഉണ്ടെങ്കിൽ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഓക്കെടാ, സത്യം പറഞ്ഞില്ല ഇപ്പോഴാണോ സെറ്റായി? എത്ര നേരം കൊണ്ട് കിടന്നാണ് ഉണ്ടാക്കാനായിട്ട് ഇത് കിടന്നു. ശബ്ദം ലൈവിൻ്റെ ഇടയിൽ ഇററ് അങ്ങനെ പറയും. ആയി സമയം ഒരുപാട് പോയടാ. മനസ്സിലായില്ലേ? നല്ല സമയം പോയായിരുന്നു. ആശം പിടിച്ച ഇററ്. ഓക്കെടാ, അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡ് ഫോക്സ് ഓക്കെ പേരെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. വിതറിങ് വേവിനെ ബീറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇന്നോട്ട് കളിച്ചു തുടങ്ങുവാണ്. ഓക്കെ, കൺഫേം. സ്റ്റോറിലോട്ട് കയറും. ബ്രദർ ഓഹോ എൻ്റെ റൈ പെർഫോമൻസ് ബാലൻസ്ഡ് ക്വാളിറ്റി. ദിസ് ക്യാൻ ബി അഡ്ജസ്റ്റ് ലേറ്റർ ഇൻ സെറ്റിങ്സ്. ക്വാളിറ്റി കൊടുക്കടാ. ക്വാളിറ്റി എനിക്ക് വേണം, നല്ല ക്വാളിറ്റി വേണം. എന്തായാലും നോക്കട്ടെ. ഇനി ലാഗ് അടിക്കുവാണെങ്കിൽ പിന്നെ സെറ്റിങ്സ് മാറ്റാൻ തുടങ്ങി തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, സോളാർ റേസ് 3 അല്ല, അത് വേറെ എന്താ വെച്ചാൽ. ഓക്കെ, ഗെയിമിലോട്ട് ലോഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാൻ ചാറ്റ്. ആവട്ടെ. ഓ സ്റ്റോറി വന്ന്. ഓ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഞാനും പിന്നെ വേറെ ഒരു പെണ്ണും അവിടെ ഉണ്ട്. ഓ അവൾ എന്തായാലും ചെയ്യണം കേട്ടോ. അവൾ എന്തായാലും സംഭവിക്കുന്നുണ്ട്. ഓ ഓ ഓ ഞാൻ ബ്ലാക്ക് ഹോളിലോട്ട് പോയി. ബ്ലാക്ക് ഹോൾ. എന്തൊരു സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവളെൻ്റെ കാമുകിയാണെന്നോ. അവളെന്താ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ അവിടെ ഒരു ഇടത്തോട്ട് തള്ളി വിട്ടേക്ക് തോന്നുന്നു. ഞാൻ ഫ്യൂച്ചറിലോട്ടേ പോകണം. എൻ്റെ ടൈം. എടാ എനിക്ക് ബോധം വന്നു. ഓക്കെ, ബോധം വന്നു. ഞാൻ കുളത്തിൽ അല്ല നദിയിൽ. ഗ്രാഫിക്സ് ഒക്കെ പക്കാണ്. സത്യം പറഞ്ഞ ചേട്ടൻ ഗ്രാഫിക്സ് ഒക്കെ പക്ക തന്നെ. തല തിരിഞ്ഞു. ഓക്കെ, വരട്ട്. ചാറ്റ് ഇപ്പോൾ നോക്കാൻ ഒരു സെക്കൻഡ്. ഞാൻ ഇത് ഒന്ന് വന്നോട്ടെ, ലോഡ് ആയിക്കോട്ടെ. എടാ എന്നെ അവൾ കുളത്തിലോട്ട് തള്ളിയിട്ട്. നോ വിസിബിൾ സൈൻ ഓഫ് ട്രോമ. ബ്രീത്തിങ് സീം നോർമലി. ഹാർട്ട് റേറ്റ് ഷുഡ് ബി ഫാസ്റ്റ് ഐ തിങ്ക്. നോ വിസിബിൾ സൈൻ. വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഹാർട്ട് റേറ്റ് കൂടുതലാണെന്ന്. അവൾ എണീച്ച്. അവിടെ പറഞ്ഞാണ്. 2 പെണ്ണുങ്ങൾ എന്നെ വന്ന് രക്ഷിച്ച്. ഓക്കെ, 2 പെണ്ണുങ്ങൾ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അവരെന്നെ സഹായിച്ചിട്ടുണ്ട്.
you all right? Gentle female voice. Are you all right? Do you feel any discomfort? ഓക്കെ, ഒരു എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടെന്നാണ്. എവിടെ ഞാൻ അത് ടൈപ്പ് ചെയ്യാം, ചാറ്റ് നോക്കട്ടെ. പിന്നെ സൗണ്ട് സീൻ ഉണ്ടാകും നോക്കട്ടെ. OP അറബിയുടെ അളിയാടെ കാറ് ഞാൻ ഇത് മോഡിഫൈ ചെയ്തില്ല, കാറ് വാങ്ങിച്ച്. ഓക്കെ, ഞാൻ കാറ് വാങ്ങിച്ചിട്ടുണ്ട്. നീ ഒരു 12:30 ആകുമ്പം ഡിസ്കോഡി വാട്ടോ, അപ്പം നമുക്ക് കളിക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഗെയിം കളിച്ചൊരു 12:30 ആകുമ്പോൾ നീ വാട്ടോ. എടാ ഈ ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ വിതറിംഗ് വേവ്. ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടില്ലേ, വിതറിംഗ് വേവ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഓക്കെടാ നോക്കട്ടെ. എടാ എവിടെ എൻ്റെ അടുത്ത് ചോദിച്ചേക്കണെന്ന് വെച്ചാൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടെന്നാണ് ചോദിച്ചേക്കണം. ഇല്ല, ഞാൻ എന്തൊരു UR എന്നാണ് ഒരു വന്നേക്കണം. ചിക്സിയ. ഓക്കെടാ, അവളെ പേര് കിട്ടി. ഒരുത്തി ചിക്സിയ, ഒരുത്തി യാങ്. ഒരുത്തി ചിക്സിയ, ഒരുത്തി യാങ്. ഓക്കെ, ഞാൻ എവിടെയാണെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. എന്നെ ഒരുത്തി എൻ്റെ കാമുകി എൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ തള്ളി ഇങ്ങോട്ട് വിട്ട്. ഞാൻ ബ്ലാക്ക് ഹോളിൽ കൂടെയൊക്കെ എവിടെയൊക്കെ വന്ന് ഇവിടെ ഒരു വെള്ളത്തിൽ വീണ്. അവിടെ നീ 2 പെണ്ണുങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. ഒരുത്തി ചിക്സിയ, ഒരുത്തി യാങ്. ഞാൻ എവിടെയാണെന്ന് വേറെ ചെയ്യാം. ഗ്രാഫിക്സ് ഒക്കെ പക്കാനാട്ടോ അതിൽ സീൻ. എടാ യാങ് പറഞ്ഞെങ്ങനെയെന്ന് വെച്ചാൽ വി ആർ ഇൻ ഗോർജസ് ഓഫ് സ്പിരിറ്റ്സ്. ഇറ്റ്സ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ജിൻസു ഹുവാങ്ലോ. എടാ ഗോർജസ് ഓഫ് സ്പിരിറ്റ് അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. വേറെ അടുത്ത് നിന്ന് മാറി ഇവിടെയാണ് ഇപ്പോൾ ഞാൻ ഉള്ളതെന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ, സൗണ്ട് സീനില്ല. അപ്പോൾ ഇനി ബാക്കി നോക്കട്ടെ. എവളെൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്നാണെന്നാണ്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ കാമുകിയാണ്ടാണ് തോന്നുന്നു. അവളെൻ്റെ കൈ പിടിച്ച് എന്നെ തള്ളിക്കളഞ്ഞാണ്. അപ്പോൾ അവളെൻ്റെ അടുത്ത് ചോദിച്ചാൽ ഏതാ ഒരിടത്തു നിന്നാണ്, അതാ ട്രാവൽ ചെയ്യാൻ വന്നതാണ്, അതെ വീട്ടിലോട്ട് തിരിച്ചു പോകണം വഴി, അങ്ങനെ എന്തിനാണ് ചോദിക്കണം. അപ്പോൾ എനിക്ക് സത്യം ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ. യാങ് ചോദിച്ചാണെന്ന് വെച്ചാൽ ഞാൻ ആരാണെന്ന അല്ല എങ്ങനെ ഇവിടെ വന്നെന്ന ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം അതൊക്കെ ഒന്നും ഓർമ്മയില്ല. എങ്ങനെ ചോദിച്ചേക്കണം എൻ്റെ അടുത്ത്. അവിടെ മറ്റൊരു പടമുണ്ട് ജാക്കി ചാൻ്റെ പടത്ത്, അവള് അതിൽ മറ്റേ ഉവാമയ്യ, അതിൽ ജാക്കി ചാൻ്റെ ഓർമ്മ പോലെ അതേപോലെ ഇടുന്നു കേട്ടോ സ്റ്റോറി കേട്ടോ. ഓക്കെ, എന്തെല്ലാം നോക്കാം. OP അറബിറ്റു 2 ഗേൾസ് അവൻ സെറ്റാക്കണം. അവളെ സെറ്റാക്കാം. അവളെ സെറ്റാക്കട്ടെ. യാങ് അങ്ങനെ സെറ്റാക്കാം. ഓക്കെ അങ്ങോട്ട് പോവാം. ഇവളും കൊള്ളാം, ഇവളെ സെറ്റാക്കാം. ചിക്സിയ. എടാ ഇവളെന്തിനാ അവൾ അറിയാതെ പറഞ്ഞു തന്നോ ഏട്ടാ. ഇത്രയും നേരം അവൾ ചോദിച്ചാൽ ഞാൻ ആരാണ് എന്താണെന്നൊക്കെയാണ് ചോദിച്ചത്. ഇപ്പോൾ അവൾ പറഞ്ഞു എന്തിന് എടാ ഇപ്പം ഓർമ്മ പോകുന്ന ഇവക്ക് അറിഞ്ഞൂടായിരുന്നു. ആഫ്റ്റർ എഫക്റ്റ് വന്നതാണ്, മനസ്സിലായില്ലേ? അപ്പം എന്തൊക്കെ ഇവിടെ നടക്കണുണ്ട് നോക്കാം. മ്യൂസിക് കൊള്ളാം. യാങ് പറഞ്ഞെന്ന് വെച്ചാൽ ദ വിൻഡോസ് ബ്രോട്ട് ആസ് വാർണിംഗ് ദ സീ കൺവെർണിംഗ്. എടാ എന്തരാ ഒരു വിൻഡ് അവർക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാറ്റ് അവർക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സീൻ്റെ എന്തൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ എന്തൊക്കെ നടക്കണുണ്ട് അവിടെ, മനസ്സിലായില്ലേ? അപ്പം എനിക്കൊന്നും മനസ്സിലായി. അപ്പോൾ വാട്ട് യു മീൻ അതാണ് ചോദിച്ചേക്കണം. ചിക്സിയ ഇവിടെ നിൽക്കണ സുരക്ഷിതമല്ല ചാറ്റെ, ഇവിടെ നിൽക്കണ സുരക്ഷിതമല്ല. ഓത്ത് ഇവിടെ നിന്ന് പോവാം. ആഹാ കൊള്ളാല്ലേ. ചിക്സിയ പറഞ്ഞെങ്ങനെയാന്ന് വെച്ചാ
എത്തറിക് സി ഇൻഫ്ലുവൻസ് വീക്കെൻഡ്സ്. നമുക്കിപ്പോൾ സഹായം ചോദിക്കത്തില്ലെന്നാണ് സിക്സിയെ പറഞ്ഞേക്കണം. അപ്പോൾ ഇവള് പറഞ്ഞു കാണിച്ചാൽ നമ്മൾ പെട്ടെന്ന് ബൈസിയുടെ അടുത്ത് പോകണമെന്നാണ് ഇവള് പറഞ്ഞേക്കണം. അപ്പോൾ ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലണം. കാരണം വെച്ചാൽ എന്നെ അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഇപ്പം ഇവിടെ നിന്നാൽ ഓത്ത്. കാരണം ചന്ദ്രയ്ക്ക് ഇപ്പോൾ പ്രശ്നം ഇവിടെ വരാൻ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇവരെ കൂടെ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ എന്തായാലും നോക്കാം. Guess you really can't recall a thing but you don't worry. അവൾ എന്തരാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായ സത്യത്തിൽ. എവളും ആ രണ്ടും എന്നെ ഹെൽപ്പ് ചെയ്യാന്നാണ് പറഞ്ഞേക്കണം. അപ്പം എന്തായാലും പോയി നോക്കാം. അവരെന്നെ റോവർ എന്നാണ് യാങ് അങ്ങനെ റോവർ എന്ന് വിളിക്കാമെന്നാണ് ചോദിച്ചേക്കണം. എന്ന് വെച്ചാൽ എൻ്റെ പേര് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അത് കണ്ടുപിടിക്കണേ ഇവർക്ക് നേരെ ഉറപ്പില്ലെന്നാണ്. അപ്പോൾ അത് ഒറിജിനൽ പേര് അറിയുന്നവരെ എന്നെ റോവർ എന്ന് വിളിക്കാമോ എന്നാണ് അവർ ചോദിച്ചേക്കണം. അപ്പോൾ ഐ ബിലീവ് സോ. ഇപ്പോഴത്തേക്ക് എന്നെ അത് വിളിച്ചോന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തേക്ക് എന്നെ വിളിച്ചോന്ന് പറയാം. എടാ ഞാൻ ഒന്ന് മിണ്ടാത്ത എന്താ തലയാട്ടിക്കൊണ്ടിരിക്കണ. യാങ് വീണ്ടും ചോദിച്ചേക്കാണ് വി ഷുഡൻറ്റ് സ്റ്റേ ഹിയർ ഇഫ് യു ഡോണ്ട് ഹാവ് അതർ പ്ലാൻസ് ഹൗ അബൌട്ട് ലീവിങ് വിത്ത് അസ് ഫോർ നൗ. എടാ ഇപ്പം എനിക്ക് വേറെ പ്ലാൻസ് ഒന്നും ഇല്ല. ഇവിടെ കൂടെ ചെല്ലാമെന്നാണ് ചോദിച്ചേക്കണം. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഈസ് ദെയർ ഓൺലി വൺ വേ ഔട്ട്? ഓക്കെ, ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇവൻ താല കാട്ടണം. വാറക്കടാ പട്ടി. എടാ അവൾ എന്തിനാ പറഞ്ഞു? അവൾ പെട്ടെന്ന് മുന്നേ പോയി. അപ്പം ഞാൻ യാങ് ഒത്ത് വരുവാണ്. നോക്കാം. ബിഗിനിങ് ഓഫ് എ വേൾഡ് ആക്ട്. എടാ ഓത്ത എന്തിനായി കാണിച്ചപ്പോൾ തുടങ്ങി കേട്ടാ. ഓക്കെ, എനിക്ക് പറഞ്ഞു തന്നിക്കണം ഇത് എങ്ങനെ മൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് മൂവ് ചെയ്യണം. എന്തിനാ ഒരു സെക്കൻഡ്. ഗ്രാഫിക്സ് ഓത്ത ഗ്രാഫിക്സ് എവിടെയാണ് എന്തോ. Of tacit fields nearby, like what Yang Yang just did. She can tell all kinds of information by reading the streams in the wind. That's her resonance ability. While I can feel. Okay, Red Fox. ഇതല്ലേ. ഓക്കെ ഗ്രാഫിക്സ് സെറ്റ് ആക്കണോടാ. യോത്ത അത്യാവശ്യം എല്ലാം സെറ്റാണ്. ഹൈ ക്വാളിറ്റി ആയിട്ടാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഹൈ ക്വാളിറ്റി കണ്ടാ. ഇപ്പം ഞാൻ ഭയങ്കര ഗ്രാഫിക്സ് ആയിട്ടാണ് കണ്ട. ക്വാളിറ്റി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഓവർലോഡാണ്. അപ്പോൾ പെർഫോമൻസ് ഇടാനാണ് അവർ പറഞ്ഞേക്കണം. റെസൊല്യൂഷൻ ലോ വേണ്ട, മീഡിയമെങ്കിലും വേണം. എന്തോന്ന് പറയണ ഓത്തോ. ഓ എടാ ലോ ആക്കിയിട്ട് എങ്ങനെ കളിക്കണേടാ. ഹൈ ഇടക്കിട്ട് ഫാം റേറ്റ് 30, സ്പെഷ്യൽ എഫക്റ്റ് ക്വാളിറ്റി മീഡിയം. നോക്കിട്ട് കളിക്കാൻ പറ്റൂല. അപ്പോൾ നോക്കാം. ഇത് നോക്കട്ട് കളിച്ച് നോക്കാം. അറിയാലോ ഇനി ഒത്താൻ നോക്കാം. എല്ലാ വീഡിയോ കൊടുത്താണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓവർലോഡാണ്. മനസ്സിലായില്ലേ? ഒത്ത പരിപാടിയാവുമെന്നോ. എന്തായാലും നോക്കാം. ഓക്കെ എന്നാൽ ബാക്ക് അടിച്ച് ബാക്ക്. എന്തരാ ഇത്? ഇതെന്തേലും ചേഞ്ച് ടൈറ്റില്ല. ഇതൊക്കെ എന്തരാ ടൈറ്റിലെ സാധനങ്ങൾ. ഇന്നിപ്പോൾ നോക്കണ്ട. അപ്പം മെയിനായിട്ട് 6 യാങ്ങിൻ്റെ കൂടെ അങ്ങ് ചെന്നാൽ മതി. അവിടെ ഇപ്പം അത്യാവശ്യം ഗ്രാഫിക്സ് സീനിലും തോന്നുന്നു. ഓക്കെ ഓവർലോഡാണ് കളിക്കാൻ. ഇനി നോക്കുമെന്തോ എങ്ങോട്ട് പോവാണല്ലോ. അങ്ങോട്ടാണ് പോകണം. അങ്ങോട്ടോ ഗ്രാഫിക്സ് അത്യാവശ്യം കൊള്ളാം. അത്യാവശ്യം കൊള്ളാൻ പോകുന്നു. ഇത് ചാടണം. ഇത് ഓടണം. ഓ ഇത് കൊള്ളാം കേട്ടോ.
ഇത് മല കയറണം. ഓക്കെ, മല കയറിയങ്ങാട്ട് ചെല്ലാം. ഈ ഓത്ത മല കയറാൻ. It may seem all nice and quiet here now, but you never know when a tacit discord might pop up out of nowhere. Oh my, speak of the devil. അവിടെ ഈ ഓത്ത മല കൊണ്ട് വെച്ചാൽ കയറാനും പറ്റുന്ന മനുഷ്യന്. ഓക്കെ, അവിടെ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഓ, ഒരു ഓത്ത മയിലെ. ഓ, എൻ്റെ വാളുണ്ട് കേട്ടോ. തീർത്തിട്ടുണ്ട് അവനെ. അടുത്തോമാര് അവിടെ എന്തിനാ പ്രശ്നം വരാൻ പോകണം ചിക്സി ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോഴത്തേക്ക് വന്ന് അവർ മുന്നേ പോയി. ചാവൂല. ഓ, ഇങ്ങനെ തീ അറിയുമല്ലേടാ, ചാവടാ നിന്നെ തന്തേനെ ഞാൻ അടിക്കും. ചാവടാ. So you still remember how to fight despite having forgotten everything? Wow. Okay, എടാ ചിക്സ് മെമ്പേഴ്സ് ആയിട്ടാ. ചിക്സ് ചെയ്യാം. No one messes with my show. I mean, Chisha. അവൾ എന്തിനാ പറയടാ, ഗ്രാഫിക്സ് തീയനായിട്ട് ഒരു ഡ്രാഗൻ്റെ ഒക്കെ ഉള്ള കേട്ടോ. തീയായിട്ടുണ്ട്. ഗ്രാഫിക്സ് കൂടെ എനിക്ക് ഇടാൻ പറ്റിയിരുന്നേ. അതാണ് ഞാൻ. ഓക്കെ, അങ്ങോട്ട് എത്തിയിട്ടുണ്ടേ. വഴി 2-3 കുണ്ണുകളെ കണ്ട മര കടിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, അവരോട് എത്തിയിട്ടുണ്ട് ഞാൻ. ഓ, ഡ്രാഗൻ. ഓ, എന്തരാ ഓർമ്മയിലോട്ട് ചെന്നാ. എന്തരാ ഓർമ്മയിലോട്ട് പോയേ. ഓ, തീ എന്നാട്ടാ ഗെയിം. സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മൈരി എത്ര ടൈം എടുക്കും എന്താ ബീറ്റ് ചെയ്യാൻ. നല്ല ടൈം എടുക്കുമായിരിക്കും മിക്കവാറും. ഓ, യാങ് ചോദിച്ചു വേണ്ട എനിക്ക് എന്തെങ്കിലും ഇഞ്ചറായ ഫ്രം ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അവൾ കയറണുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, ഇപ്പം എനിക്ക് 2 ഓപ്ഷൻ തിരിച്ച് പറയാനുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് എന്തിനാ ഓർമ്മ വന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഓർമ്മ വന്നില്ല. പക്ഷേ ഇതെന്താണ് ഈ സ്റ്റാച്ചു നോക്കി പെട്ടെന്ന് എന്തോ അടുത്തൊന്നും തോന്നി. അപ്പം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, യാങ് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ സ്റ്റാച്ചു ഓഫ് ജൂ ദ സെന്റിനൽ ഇൻ ജിൻസു ഇൻ ദ ഷേപ്പ് ഓഫ് എ ഡ്രാഗൻ. ഓക്കെ, ഇത് അവിടുത്തെ മെയിൻ സാധനമാണ്. ഓക്കെ, മെയിൻ സാധനമാണ്. അത്രേ ഉള്ളൂ. There is one capital and 6 cities in Guangdong, with each city having its own sentinel. While they share some similarities in appearance, there are also differences. There are some capital and 6 cities in Guangdong, with each city having their own sentinel. While they share some similarities in appearance, there are also differences. 6 സിറ്റി ഉണ്ട്. അവർക്ക് 6 പേർക്കും 6 രീതിയിലുള്ള മനസ്സിലായില്ലേ സെൻസേഷണൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. 6 സിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞേക്കണം. അപ്പം അതിൻ്റെ എല്ലാത്തിനും ഒരു മെയിൻ ഇതായിട്ടാണ് ഈ ഡ്രാഗൻ്റെ ചിഹ്നോട് വച്ചേക്കണം. ഒരു പ്രതിമ പോലും വച്ചേക്കണം. Are there other സെന്റിനൽ ഔട്ട്സൈഡ് ഹുവാങ്ലോങ്? ഓക്കെ, ഹുവാങ്ലോങ്ങിൻ്റെ അകത്താണ് ഈ 6 ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വെളിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോന്നാണ് ഇന്ന് ചോദിക്കാനുള്ളത്. അല്ലെ വേറെ 2 ചോദിക്കാറുണ്ട്. വാട്ട് ഡു അത് അതർ? ഓക്കെ, ബാക്കി 6 അപ്പോൾ 6 എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 3ാമതൊരു ഓപ്ഷനും ഉണ്ട്. ഐ സോ മൈസെൽഫ് സ്റ്റാൻഡിങ് ഫേസ് ടു ഫേസ് വിത്ത് ഇറ്റ്. അത് പറഞ്ഞു നോക്കാം. അപ്പോൾ യാങ് പെട്ടെന്ന് അത്ഭുതപ്പെട്ട് ചോദിച്ചിരിക്കുമ്പോൾ എങ്ങനെ ഫേസ് ടു ഫേസ് നിന്നാന്ന്. അപ്പോയിൻമെൻറ്റ് സെറമണിയിൽ ഒരിക്കൽ മാത്രമേ അവർക്ക് അങ്ങനെ നേർക്ക് കണ്ണ് നോക്കി നിൽക്കാൻ ഡ്രാഗനായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്നുള്ളൂ പറഞ്ഞേക്കണം. ഇപ്പം ഞാൻ പെട്ടെന്ന് വന്നു പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറ്റിയെന്തെന്ന് വെച്ചാൽ അവക്കും അറിഞ്ഞൂടെ എനിക്കും അറിഞ്ഞൂടെ. കാരണം വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. മനസ്സിലായില്ലേ? അവള് പറഞ്ഞെങ്ങനെ വെച്ചാൽ അക്കോർഡിംഗ് ടു ദ
യു സ്റ്റുഡ് പ്രിറ്റി ക്ലോസ് ഓൺലി ദ സെൻറ്റിനൽ അപ്പോയിൻറ്റഡ് ലിസ്റ്റ് ഓണർ ഈസ് അലൗഡ് ടു അപ്രോക്സിമേറ്റ്ലി 4 എടാ അങ്ങനെ നേർക്ക് എറിക്കാൻ ഒരുത്തിന് മാത്രമേ അർഹതയുള്ളൂ. ആ പേഴ്സൻ്റെ പേരാണ് ജിൻസു. അവന് മാത്രമേ അങ്ങനെ സാധാരണ പറ്റാറുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പെർഹാപ്സ് ഇസ് ജസ്റ്റ് ഇമാജിനേഷൻ. എടാ ഞാൻ കണ്ടേല്ലേ, നിനക്ക് ഓർമ്മയില്ലെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇമാജിനേഷൻ ഒന്നും അല്ല. ഓക്കെ ജിക്സി അവിടെ ഓടി നടക്കണം. അവിടെ എന്തേ അവിടെ ഇവിടെ എന്തൊക്കെയാ ഉണ്ടെന്ന് അവൾ പറയണേ. അടിച്ചെന്ന് നോക്കാം. ചിക്സി എന്തിനാ ഇപ്പോൾ ഡേഞ്ചർ പെട്ട. അപ്പം നമ്മൾ എന്തായാലും രക്ഷിക്കും അവളെ പോയിട്ട്. അല്ലെങ്കിൽ സംശയമൊന്നുമില്ല. ഓക്കെ ഇത് അങ്ങോട്ട് ചെന്ന് നോക്കാം. എടാ വീണ്ടും വന്നട രണ്ട് മരിച്ച് വലുതാ. ഓ ഓ പവർ കയറി. അവനെ അടിച്ച് കമത്തി എടുത്ത് എറിഞ്ഞ്. ഓ മുതുക്കൊരുത്തം വന്നടാ. മുതുക്കൊരുത്തം വന്നു. ഓ ഇവൻ ഭയങ്കര വലുത്. എടാ എനിക്ക് സ്വിച്ച് ചെയ്ത് അടിക്കാൻ പറ്റുന്നതാണോ? ഓക്കെ സ്വിച്ച് ടീം മെമ്പർ വിത്ത് ഗ്ലോവിങ് ഐക്കൺ ടു യൂസ് ഔട്ട്രോ സ്കിൽ. ഓക്കെ അപ്പോൾ എനിക്ക് പയ്യനെ മാറ്റിയിട്ട് അവളാക്കാൻ പറ്റും കേട്ടോ. മെമ്പറാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ മഴ വീഴാത്തത്. ഒരു സെക്കൻഡ് ഈ ഓത്ത ഇതുണ്ടല്ലേ. ഒരു സെക്കൻഡ് ഗ്രാഫിക്സ് ലാഗ്. നിനക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ നിന്നെ. നിന്റെ ഇത്ര ലാഗ് അടിക്കണം എന്ത് നീ ഗ്രാഫിക്സ് ഓവർലോഡാണ്. എന്നാലും മീഡിയോ കിട്ടാൻ ഒന്നും കളിക്കാനൊന്നും പറ്റൂല. കണ്ട ഓത്ത് അവിടെ ഒന്ന് മീഡിയോ ഇട്ട് നോക്കട്ട് കളിക്കാൻ പറ്റുമോ നോക്കട്ടെ. കണ്ട ഗ്രാഫിക്സ് ഓത്ത ഗ്രാഫിക്സ്. നീ ഇത് അച്ഛനോണ്ട് കാണിച്ചു കൊടുത്താൽ മതി. ഓവർലോഡെങ്കിൽ ഓവർലോഡ് കുഴപ്പമില്ല. പക്ക ഗ്രാഫിക്സ് ഇട്ടേ കളിക്കും. ഇപ്പോൾ ഗ്രാഫിക്സ് സെറ്റായി. അത്ര കുഴപ്പമില്ല. ചെറിയൊരു ലാഗ് പോലെ അടിക്കണേ ഉള്ളൂ. അത് അത്ര ഒന്നിനെ വാരി പറക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അവന് കുറച്ചുകൂടെ കൊണ്ടായി. പയ്യൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ആ കഴിവേറിയ മോനെ ആ തടിയം കുണ്ണേനെ ഞാൻ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ അവനെ ഞാൻ അടിച്ചിട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. Anyway, Yang Yang was trying to shield you and then bam! The Tessa Discord was taken care of before I could get a good look. എടാ എന്തൊക്കെയോ ഇവിടെ നടക്കണുണ്ട് കേട്ടാ. യാങ് Oh, by the way, speaking of Baizha, we're almost there. The place where we said we'd meet with Baizha. She's the resonator I've been talking about. Baizha can heal with her resonance ability, and we found you together at the bottom of the gorge. Baizha did some first aid for you. You seemed to have drowned, but your airway was clear. Your clothes were dry and clean too. Oh, and of course it was Yang Yang who investigated your clothes and mouth. സംഭവം എനിക്ക് തോന്നണതേ എന്തൊക്കെയോ ഇവർ രണ്ടുപേർക്കും അറിയാം എന്നെ പറ്റി. പക്ഷെ ഇവർ പറയുന്നില്ല. അതാണ് സംഭവം. സപ്ലൈ ഈ കളക്ട് ചെയ്യട്ടെ. ഇവർക്ക് രണ്ടുപേർക്കും എന്തോ അറിയാം എന്നെ പറ്റി കൂടുതലായിട്ട്. പക്ഷെ എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല അവർക്ക്. അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഓക്കെ ചിക്സി നേരത്തെ പറഞ്ഞ ഇവളെന്നെ ഒരു മായിനെ പോലെ
യാങ് തന്നെ നോക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തൊക്കെയോ ഇവിടെ നടക്കണുണ്ടാ, മനസ്സിലായില്ലേ? ബൈസിയുടെ അടുത്തോട്ട് ഇപ്പോൾ ചെല്ലാനാണ് അവർ രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞിരിക്കണം. അതിനിടയിലാണ് ഈ ഒരുത്തൻ വന്നത്, അവനെ അടിച്ച് പറത്തി കളഞ്ഞ് ഇനി ഇങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കണം. ചെറിയൊരു ലാഗ് അടിക്കുന്നുണ്ട്, പക്ഷെ അത് വലിയ സീൻ, അത്രയ്ക്ക് സീനായിട്ട് എനിക്ക് തോന്നല്ലേ. ഇവർ രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. റെസിഡൻസ് ബീക്കൺ അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞേക്കണം. അത് ആക്ടിവേറ്റ് ചെയ്യാനാണ് ചിക്സി പറഞ്ഞേക്കണം. ടെർമിനലിൽ Its design and system version are different from ours, but your terminal still has the data transfer and other basic functions. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കണം. എന്താ നമ്മൾ ചെയ്തു നോക്കാം, രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഗെയിം നോക്കിയിട്ട് പറയാൻ പറ്റൂല, നോക്കാം എന്തായാലും. ആക്ടിവേറ്റ് കൊടുത്തിട്ടുണ്ടോ? After a reasoning beacon is activated, you can open the map, fast travel and activate a reason beacon. Get to results. ഓക്കെ, എന്തൊക്കെയോ അവർ പറയുന്നുണ്ടോ. എനിക്ക് ട്രാവൽ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ദൂരങ്ങളിലോട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാപ്പ് നോക്കട്ടെ. ഇവിടെ മാപ്പ് വലുതായിരിക്കും, പക്ഷെ ഇവിടെ ഇത്ര ഭാഗങ്ങൾ എനിക്കിപ്പോൾ കാണാൻ പറ്റും, മനസ്സിലായില്ലേ? വലിയ മാപ്പിൻ്റെ അകത്ത് ഇത്ര ഭാഗം എനിക്കിപ്പോൾ കാണാൻ പറ്റും, അങ്ങനെ ഇരിക്കും. അവിടെ യോത്തപ്പിക്ക് ഇതുവഴി പോകണം. ഓ, വെള്ളത്തിലാമ മീൻ. ഓ, ഗ്രാഫിക്സ് വെക്കാനാട്ടോ. We are almost at the gorge's entrance. There will be a descent, but if your terminals, glider modules don't... ഗോർജസ് എൻട്രൻസിലോട്ട് ഞാൻ എത്താറായി നമ്മൾ പറഞ്ഞേ. Once you're at the gorge, there's only a short walk to reach Jinzhou. ജിൻജോയിൽ എത്താൻ കുറച്ചുകൂടെ ഉള്ളേ. Jinzhou is the safest place around here. The Resonance Nexus provides coverage for the whole city. Besides, we've got a protective barrier and strong fortifications. ചിക്സി പറഞ്ഞു വെച്ചാൽ ജിൻസു എന്ന് പറഞ്ഞിടത്തോട്ട് എന്നെ കൊണ്ടുവരണം പറഞ്ഞ് ബൈസിനെ കാണാം. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ സേഫസ്റ്റ് പ്ലേസ് ആണ്. ഓക്കെ, ഇവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് അതാണ്. ഈ സിറ്റിയാണ് അത്യാവശ്യം എല്ലാം സെറ്റ് സിറ്റിയാണ്. ഓക്കെ, എന്തായാലും അടിച്ച് നോക്കാം. സൗണ്ട് ഇംപ്രസീവ്, നോട്ട് ബാഡ്. അപ്പോൾ നോട്ട് ബാഡ് കൊടുക്കാം. ഓക്കെ, അവൾ ചിക്സിയെ പറഞ്ഞെങ്ങനെയെന്ന് വെച്ചാൽ ഇതത്ര വലിയ സിറ്റി ഒന്നുമല്ല, പക്ഷേ ജിൻസു ആണ് ഇവിടുത്തെ ബെസ്റ്റ് പ്ലേസ് എന്നാണ് അവൾ പറഞ്ഞേക്കണം. അപ്പോൾ എന്തായാലും ചെന്ന് നോക്കാം. ഓർത്തോടെ ആവായിരുന്നാൽ മതിയായിരുന്നു. Jinzhou sits between the Desrock Highland and the Norfolk Barrens. It's a border city and a fortress. It's very crucial to the safety of Huanglong. Jinzhou sits between the Desrock Highland and the Norfolk Barrens. ഹുവാലോങ്ങിൻ്റെ ഒരു സെറ്റ് സിറ്റിയാണിത്. ഒരു ഫസ്റ്റത്തെ സിറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ ജിൻസു. ബൈസിനെ ഇവിടെ വെച്ച് കാണാനാണ് അവർ പറഞ്ഞിരിക്കണം, പക്ഷെ ഇപ്പോൾ അവിടെ കാണാനല്ലേ. ചിക്സിയേക്ക് തന്നെ എന്താ ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പം യാങ് ഒന്ന് നോക്കിയപ്പോൾ എന്തോ നടക്കണം കേട്ടോ. സെന്റർ ഓഫ് ദ എത്തറ്റിക് സീ എന്തോ നടക്കുന്നു. ഇവിടെ എന്തോ നടന്നു കേട്ടാ, ഇവിടെ എന്തോ നടന്നു. നമ്മൾ വന്ന സമയത്ത് ഇതില്ലായിരുന്നു ഇവിടെ, പെട്ടെന്ന് വന്നതാണ് ഇത്. എന്തോ നടക്കണുണ്ട്, എന്തോ ഓത്ത പരിപാടി ഇവിടെ നടക്കണുണ്ട്, ഉറപ്പാണ്. എന്തൊക്കെയോ മാരകമായിട്ടുള്ള മൈലുകൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്താണെന്ന് എമ്പിളുമാർക്ക് പറഞ്ഞൂടെ, എനിക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല.
ടാക്ടിക് പ്രസൻസ് എന്തിനാ ഉണ്ടെന്ന് പറഞ്ഞു. Looking like in the blink of an eye. സോ ഇറ്റ് അപ്പിയർ വൈൽ വി ആർ ലുക്കിംഗ് ലൈക്ക് ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. പെട്ടെന്നങ്ങ് വന്നു. ഓക്കെ, നിമിഷം നേരം കൊണ്ട് ഇത് വന്നു. ഓത്ത പറയ പെട്ടെന്ന് വന്നു. Or maybe the etheric sea can tell where we are. Could it be following us? നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഡൗട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഡൗട്ടുണ്ട്, എനിക്കും ഡൗട്ടുണ്ട്. The center of the tacit field. യാങ് പറഞ്ഞു വെച്ചാൽ ദ സെൻറ്റർ ഓഫ് ദ ടാക്ടിക് ഫീൽഡ് എന്നാണ്. അപ്പം സംതിങ് ഈസ് ദെയർ, സമ്മൺ ഈസ് ദെയർ എന്ന് പറഞ്ഞു നോക്കാം. ഏതാ ആരാ അവിടെ ഉണ്ട് കേട്ടോ. Aisha? ചിക്സിയ ഇസൻ ദാറ്റ് ബൈസി അവിടെ ഉണ്ട്. ബൈസി താഴേക്കണം. ബൈസിയാണ് അപ്പോൾ അത് ഉണ്ടാക്കിയാണ് എന്തോ അറിഞ്ഞോളാം വെച്ച് നോക്കാം. Aisha! നമുക്ക് ചിക്സി ബൈസിനെ വിളിച്ചിട്ടുണ്ട്. Aisha! വിളി കേൾക്കൂലേ താഴേക്കണം. എങ്ങനെ അവൾ വിളി കേൾക്കാൻ? അടുത്തത് വിളിക്കണ്ടേ? We're too far away. കണ്ട Perhaps she can't hear us. കണ്ട ഞാൻ പറഞ്ഞില്ലേ, കേൾക്കത്തില്ല അവൾക്ക്. ഓക്കെ, അതപ്പോൾ ഞാനിവിടെ പറയുകയെന്ന് വെച്ചാൽ ഒന്ന് അവിടെ ആ സ്ഥലം ഡേഞ്ചറിലെ അപ്പം അതാണ് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ അവൾ എന്തിനാ അവിടെ പോയെന്ന് ചോദിക്കണം. അപ്പോൾ അതാ ചോദിക്കുക, അവൾ എന്തിനാ അവിടെ പോയി. We agreed to meet up around here and she said she was off to collect some samples. Gosh, did she really go straight into the heart of a tacit field for that? നമ്മൾ പറഞ്ഞ സമയത്ത് ഇവൾ ഈ ചുറ്റുവട്ടത്തായിട്ട് നിൽക്കുകയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവൾ ഈ കറക്റ്റ് ഈ ഒരു ഹാർട്ട് ഓഫ് ടാക്ടിക്കൽ ഷീൽഡിൻ്റെ അകത്താണ് ചെന്ന് കയറി കൊടുത്തത്. അപ്പോൾ അവിടെ എന്തിനാ അവൾ സാമ്പിൾ എടുക്കാനായിട്ട് പോയിക്കോണ്. അവൾക്ക് എന്തിൻ്റെ കുഴപ്പം? നിൽക്കാൻ പറഞ്ഞിടത്ത് നിന്നാൽ പോലെ അവൾക്ക്. Baiju wouldn't take such risks without careful consideration. Freshly formed tacit fields go through a dormant period. അത് പ്രശ്നമുള്ളതാണെന്ന് എനിക്ക് അവൾക്കറിയാവുകൊണ്ട് അവൾ ചുമ്മാ പോയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. The faster a tacit field forms, the longer its dormant period lasts. For now, this tacit field should be safe. ഇവിടെ അവൾ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത്, ദ ഫാസ്റ്റർ എ ടാക് ഫീൽഡ് ഫോംസ് ദ ലോങ്ങർ ഇറ്റ്സ് ഡോർമെന്റ് പീരീഡ് ലാസ്റ്റ് ഫോർ നൗ ദിസ് ഷുഡ് ബി സേഫ്. ആ ഇട സേഫ് അല്ലെന്ന് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. താഴെ പോവാം, പ്രശ്നമുണ്ട്. അവിടെ വല്ലവരും അങ്ങനെ അവനെ അടിച്ചങ്ങ് തീർക്കും, അത്രേ ഉള്ളൂ. താഴെ പോവാം. The glider can't carry us beyond the tacit field's range. Besides, Baiju is there. We'll have to go down and see what is going on. എന്തായാലും താഴെ പോയാൽ പറ്റുന്ന രണ്ടുപേരും പറഞ്ഞു നമുക്ക് ചെല്ലാം. Now it's time to use a glider module. Rover, let me help you activate it. ഷിബിൽ FF ലൈവില്ലേ? എടാ FF ലൈവ് ഇന്ന് എന്തായാലും ചെയ്തിരിക്കും. ഓക്കെ, പുതിയ സീസൺ ഇന്ന് വരുമല്ലോ, ഉച്ച കഴിഞ്ഞ് അപ്പം ചെയ്യാം. പുതിയ സീസൺ വരുമ്പോൾ ചെയ്യാം. അറബി കളിയാൽ നീ ഒരു 12 മണിയാകുമ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് കയറാം കേട്ടോ. അപ്പം ഞാൻ പറയാം നിൻ്റെ അടുത്ത്, നീ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും ലൈവ് കാണണം കേട്ടോ. ഡ്രസ്സ് കാണാൻ രസമുണ്ടെന്ന് അവിടെ. ഓക്കെ ഇടത്തി എങ്ങനെ താഴെ പോണ ഞാൻ ചാടണം ഇവിടെ നിന്ന്, കാലൊടിയൂല ഞാൻ ചാടി. ഓ ഓത്ത്. ഓക്കെ, ഗ്ലൈഡർ കിട്ടും. ഓ ഗ്ലൈഡർ ഫ്രീ ഫയറിൽ ഗ്ലൈഡർ ഉണ്ടായിരുന്നു, അത് പോയി. പക്ഷെ ഇപ്പം ഇതിൽ ഗ്ലൈഡർ. ഓ താഴെത്തി. ഓക്കെ, അവർ രണ്ടിരങ്ങോട്ട് ചെന്നിട്ടുണ്ട് ബൈസിനെ എന്താണെന്ന് ചോദിക്കാൻ. അപ്പം എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്. ഓത്ത് എന്തൊക്കെ പറഞ്ഞുണ്ട് ഓർമ്മ. അവൾ എന്തിനവിടെ ഒന്ന് ചോദിച്ചാൽ അവൾ മിണ്ടല്ല, എന്തൊക്കെയോ നടക്കണുണ്ട്. അവൾ മൈൻഡാക്കിയില്ല. എൻ്റെ അടുത്തോട്ട് നേരെ വരുവാണ്. ആമ മയിലായി. ആമയല്ലല്ലേ എന്തൊക്കെ ഓത്ത് നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാം, ഒരു സെക്കൻഡ് ചാറ്റ് വയ്ക്കോട്ടെടാ. ഇവനൊക്കെ ഇങ്ങനെ ഗേൾസിന് ഇഷ്ടമായില്ലേ, എനിക്കിഷ്ടമായി. ഒത്തവന്മാർ വാട്ട്സ് ഗോയിങ് ഓൺ.
ഈസ് ദിസ് എ മൈൻഡ് റീഡിങ് ഗാദറിങ്? അവൾ എൻ്റെ മനസ്സ് വായിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ബൈസി. അവളൊരു വെള്ള പറക്കണ ആമ പോലത്തെ സാധനത്തിനെ കൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നു. എടാ കിങ്ങിന് ഫസ്റ്റ് ഇഷ്ടമായി കേട്ടാ. കിങ്ങിന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി ഗേൾസിനെ. ഓക്കെടാ എടാ ചാറ്റ് ഓർത്തത് നോക്കണ്ട. ഞാൻ ഗെയിം ഇത് കേട്ട് ഇവിടെ എന്ത് മൈര് നടക്കണം അതാണ് എനിക്കും അറിയേണ്ടത്. എന്ത് ഇവിടെ നടക്കണം? ഇവിടെ എന്തൊരു ഓത്ത പരിപാടി നടക്കണം? Elijah is just concerned about your condition. She must think we shouldn't be letting you move around that much since you've just regained consciousness. അവൾ എന്തരാ എൻ്റെ കണ്ടീഷനെ കൺസിഡർ ചെയ്യണം. അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട്. അവൾ അത്യാവശ്യം എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ വന്നിട്ടില്ല. എന്താ നോക്കാം. യാങ് പറഞ്ഞിട്ടുണ്ട്. Oh, I suddenly feel so much when I am alright. ഈ നല്ല പെയിൻ തോന്നുന്നു. Are you alright? Where does it hurt? തല വേദനിക്കണം. തല കഴിച്ച് കണ്ടുകൂടെ? എനിക്ക് എവിടെ വേദനിക്കണം? Worry has clouded your judgment, Yang Yang. എവക്കൊരു ഫാവ് മാറ്റില്ല. ഒരാൾക്ക് തലവേദനിക്കുമ്പോൾ നീ ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കണം. നിന്റെ അച്ഛന് തലവേദനിച്ചാൽ നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൂ? നീ ഓടിച്ചെന്ന് അന്തച്ഛൻ ചോദിക്കൂലേ? പിന്നെ ഒരാളെ ഒരു ബോധമില്ലാത്തല്ല ഒരു ഓർമ്മ പോയ ഒരാൾ വന്നിട്ട് ഫ്രണ്ടിൽ തലവേദനിക്കുമ്പം എന്ത് നീ ഇങ്ങനെ? കിങ് അല്ലടാ അറബി. ഓടാളി അറബി. ഓക്കെ അറബി ഓക്കെടാ. ഞാൻ ഓർത്തില്ല പെട്ടെന്ന് ആ തമ്പിലേയും കണ്ടപ്പോഴേ. നീ മറ്റേ അത് കണ്ട പെട്ടെന്ന് അറബിയിൽ തമ്പിലേ അല്ലാത്ത എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് കിങ് ഓർമ്മ വന്നു. എടാ കിങ് ഏത് മൈരേ? എനിക്കറിഞ്ഞൂടെ കിങ്ങിനെ കൊണ്ടുവരുന്നത്. എനിക്ക് അറബീനെ അറിയാം. അറബി അറിയ. ഇനി നോക്കാം. His vitals are stable. അവൾ എന്തരാ പറയാണ്? And a steady breathing rhythm. അവൾ എന്തരാ ഹിസ് വിറ്റൽസ് ആർ സ്റ്റേബിൾ. അവൾ എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അവളെന്താ അറബിയ? അല്ല സോറി ആൾ ഈ അറബിന്ന് ഞാൻ പെട്ടെന്ന് നിന്റെ പേര് ഓർമ്മ വന്നു. അറബിന്നല്ല. ഇവളെന്തൊരു ഡോക്ടറാ. ഈ ഒന്ന് തലവേദനിക്കണമെന്ന് പറഞ്ഞാൽ നീ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ട് ശുശ്രൂഷിക്കണ്ടേ? അല്ല നീ എന്തൊരു ഡോക്ടറാ? നീ ഗണിക്കണം അവിടെ നിന്ന്. Why bro this girl? This isn't the place we're talking. Let's go. ഇതല്ല സംസാരിക്കേണ്ട സ്ഥലം. വേറെ എങ്ങാട്ടാ പോയി? എങ്ങാട്ട് കൊണ്ടുപോണ എന്നെ നമ്മളെ ഓത്ത്? നമുക്ക് അവിടെ തറയെ വന്ന് നിന്നാലേ എന്തര സാമ്പിൾ കിട്ടും. എന്നെ കൊണ്ട് വന്നിട്ട് ഇവിടെ ഓത്ത്. യാങ് എന്താ പറ്റി? ചിക്സിക്ക് എന്താ പറ്റി? അവിടെ എവക്ക് മാത്രം. ഏതാ വാരി ഇതേത് പന്നി? യവനെ പൊളപ്പിക്കണം. യവനെ തീർത്തിട്ടേ പോകാൻ പറ്റൂ. ലീവ് ഇറ്റ് മീ. തീർത്തിട്ട് പോവാം. അവിടെ ഇവന് അൺലിമിറ്റഡ് ഹെൽത്താ. ഇവൻ ചാവൂല്ലേ അപ്പം? അവൻ്റെ പേര് കാണിക്കല്ലേ? ഓത്ത്. ചാവടം തന്തയില്ലാത്തവന്. യങ്ങനെന്തിനെ പറ്റി? ഈ പന്നി ഒന്ന് എന്തൊക്കെ ചെയ്തു കേട്ടാ? ബൈസി മൈര് എവിടെ? അവള് എൻ്റെ തലവേദനയെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പം അവൾ എവിടെ? ഒരു അടി വന്നപ്പോൾ അവൾ വരണില്ല. പന്നീരമോ ഭയങ്കര പവർ കേട്ടാ. മോനെ നീ അവിടെ വന്നിട്ട് യാങ്ങിനെ ചിക്സിനെ തീർക്കാൻ നോക്കല്ലേ? നിന്നെ ഞാൻ തീർക്കും. കഴിവേറി ചാവട മയില് ചത്തില്ലേ അവൻ? മോനെ കേറി എടാ ഇവിടെ വാടാ കേട്ട്.
വാടാ ഇങ്ങാട്ട് വാ ഉണ്ണേ. തൊണ്ടയുടെ ചിറവും കുത്തി കയറ്റി പോണമേ. ഓ വന്നാമേ വാടാ പോടാ തോന്തയില്ലാത്തവന് പിന്നെ പറന്നും നടിക്കും. ഉണ്ടെങ്കിൽ ഭയങ്കര പവർ ചേട്ടാ. എനിക്ക് ഹെൽത്ത് ഇറങ്ങണം. നിന്നെ ഞാൻ പുകയ്ക്കോടാ. തീടാ അവനെ. അവൻ്റെ തന്തേരെ ചിറവ് എനിക്ക് ആദ്യം വെട്ടണം. ഇല്ല അവൻ പറന്നു പോകണം. അവിടെ അട്ടിമായിരുന്നു ഞാൻ. പെട്ടെന്നടി ചാടി ഒരു അടിയിടും. അവൻ്റെ അന്നാക്കി കൊടുക്കണം. അവനെ പുകച്ച് വിട്ടങ്ങ് വിട്ടവനെ. ഓത്തോ തീർന്ന് കമത്തി. Rover! Are you alright? Are you hurt? I'm all right, babe. Shake your head. Oh. Thank goodness. We could see that darn barrier, but couldn't lay a finger on it. What? I'm fine too. ഓക്കെ അവൾക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല. ചാറ്റ് നോക്കട്ടെ. ഓക്കെ അവൾക്കും കുഴപ്പമില്ല. നോക്കാം. I've never seen such a formidable tacit discord before. But Rover was able to completely defeat it. ഓക്കെ അതിനെ അവൾ മുമ്പ് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അവനെ തീർത്ത് പുകച്ചങ്ങ് വിട്ട്. മനസ്സിലായില്ല? അവനെയൊക്കെ പുകച്ചങ്ങ് വിട്ട്. അതുകൊണ്ട് ഓക്കെ ഇറ്റ്സ് ഹാർഡൊന്നും അല്ല. ആ പന്നിനെ തീർത്തല്ല. വി ബീറ്റ് ഇറ്റ് വെതർ. ഓക്കെ വി ബീറ്റ് ഇറ്റ് വെതർ കൊടുക്കാം. I didn't really do much. It was all thanks to you, Rover. ഓ ഓക്കെ. That's strange. This place isn't known to be so dangerous. ഓത്തേടം ഭയങ്കര ഡേഞ്ചർ ഉണ്ട്. നല്ല സത്യം പറയല്ലോ. ഓത്തേടം ഭയങ്കര ഡേഞ്ചർ. Anyway, come check this out. അവളങ്ങാണ്ട് ചെല്ലാൻ. ഇത് മറ്റേ പന്നി ഗോൾഡായതല്ലേ? അതിനെ ഇല്യൂഷൻ ലെഫ്റ്റ് ബൈ ദ ടാക്റ്റഡ് ഡിസ്കോഡ്. അത് തന്നെ ഇല്യൂഷനാണ്, അല്ലാതെ മറ്റാണെന്നല്ല. Oh, this is an echo. Wow, an echo of the elite class. Someone got lucky today. എന്തോ എക്ക കൊണ്ടാന്ന് തോന്നുന്നത്. നോക്കാം. Apologies. We got a little carried away. Does reverberation or echo ring a bell to you, Rover? അവളെന്താ ചോദിച്ചിട്ടുണ്ട്. Everything in our world is made up of frequencies, and every sound generates a reverberation. ഓക്കെ സൗണ്ടിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഇവള് പറഞ്ഞു. എനിക്ക് നേരെ ഇങ്ങനെ മനസ്സിലാകടാ.
echoes of the lingering reverberations of tacit discords after they disintegrate. We can absorb them into the data banks in our Pangu terminals. ഈ ടാറ്റിക്കൽ ഡിസ്കോഡ് പുണ്ടച്ചി മോനാണ് എന്നെ അടിക്കാൻ വന്നത്. അവനെ അടിച്ചു. It's the gourd-shaped device every resonator has, developed by researchers in Guanglong. ഹുവാങ്ങിലുള്ള ഓമാരാണ് ഈ എൻ്റെ ഇരിക്കുന്ന വെപ്പൺസ് ഉണ്ടാക്കി വെച്ചേക്കണം. പക്ഷേ അത് എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് പോലും അറിഞ്ഞൂടാ. But you see, it's not always we get to find these. Also, there's a limit to what your gourd can absorb. But you see, it's not always we get to find these. Also, there is limit to what your guard can absorb. Absorption is only possible when your data bank's level is equal to or higher than the tacit discord's level. The turn into an echo for use in battle. Connection. Absorption in only possible when your data bank's level equal or higher than tactical discord level. The terminal can then convert its reverberation into an echo for use in battle. ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? മലയാളം ഒരുപാടുണ്ട്. Issued a warning when it detected that tacit discord earlier. It should at least be an overlord class. അവളെ ഇതിന് പ്രശ്നമാണ്. അവളെന്തിനാ വെപ്പണിന് പ്രശ്നമായിരുന്നു കേട്ടോ. സംഭവം എന്തിനാണ് നോക്കി മനസ്സിലായില്ല നേരെ. Rover, would you mind checking your data bank level? ഓക്കെ, റോവർ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ എൻ്റെ ബാങ്കിങ് ലെവൽ ചെക്ക് ചെയ്യാനാണ്. No need for that. Rover, why don't you just try absorbing it with your terminal? ചിക്സി പറഞ്ഞൊന്നും വേണ്ടെന്നാണ്. ഇത് നോക്കാം. ആ പുണ്ടച്ചി മോനെ എനിക്ക് കൊല്ലണം. Oh, so it doesn't work. സിക്സിയ ടാറ്റിക്കൽ പന്നീനെ തീർക്കാം. അവൻ വരട്ടാം, ഇനി അടുത്തവണ വരട്ട്. സിക്സിയ സോ ഇറ്റ്സ് ഡസൻറ്റ് വർക്ക്. It won't take long before the Crazy ഒന്നതാ അവള്. reverberations disappear and the etheric sea vanishes. Once that happens, the resonance beacon signals will come back. It won't long before reverberation. എനിക്കിതിനെ ഉള്ളിൽ തന്നെ ആ ഒരു ഇത്തര സംഭവം നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ വരുന്നതാണ് തോന്നുന്നത്. The tacit field will dissipate, biding time for its next resurgence. എന്തായാലും ഇവിടെ നിന്ന് പോകേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. We'll need to report the unusual phenomena here to the City Hall and the Academy. പിന്നെ ഏറ്റവും റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ എന്താ ഇവിടെ നടന്ന ഈ പ്രശ്നം നമ്മൾ സിറ്റിയിലെ ഹാളിൽ അറിയിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കണം. Let's make our exit. ഇവിടെ നിന്ന് പോകണമെന്നാണ് ബൈസ് പറഞ്ഞിരിക്കണം. പോവാം. ഞാൻ വീണ്ടും നോക്കി ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ കൈ പിടിച്ച് വലിക്കണമേ. ഓത്ത പന്നീനെ നീ തീർന്നമേ. കൈ പിടിച്ച് വലിക്കണ്ട പട്ടി. What kind of power is that? അവൾ ഇംപ്രസ്സായി. Rover, you've been playing the fool all along? എന്തൊക്കെയോ അമിത പവറുകൾ എനിക്കുണ്ട് കേട്ടാ. ഒന്നിരും കൈ കയറി പിടിച്ചാണ്. 11-17. ഓക്കെ, എന്തായാലും നോക്കാം. എന്തിനാ ഓർമ്മ വന്നു. I've never seen a resonance ability quite like this. You got any other tricks up your sleeve? Like eating a
whole tacit discord? Grueling echoes alive? അവൾ എൻ്റെ പവർ കണ്ട് ഇമ്പ്രസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ അവൾ എന്തൊക്കെ വേറെ പവർ ഉണ്ടാകാൻ ചോദിക്കുവാണ്. ഈ ഓത്ത ഇംഗ്ലീഷ് ആയതുകൊണ്ട് വായിച്ചു നല്ല ടൈം എടുക്കും. Indeed. So what would a tacit discord taste like? Spicy? Sweet? Rover, are you feeling alright? Any discomfort? നോ, ഒരു ഡിസ്കംഫർട്ടും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളതുണ്ടല്ലോ. ഞാൻ തലവേദനിച്ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ എടുത്തി പൈസി വല്ല പറയാനും പറ്റില്ല എന്ന് എടുത്ത്. ഓക്കെ, അവൾ ചോദിച്ചേക്കണം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് യാങ്ങി ചോദിച്ചേക്കണം. അപ്പം എവളുണ്ടല്ലേ, അടുത്ത് ചോദിച്ചാൽ പറയും എന്നെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകണ്ട, വല്ല തലയിൽ വല്ല ബാൻഡേജ് ചുറ്റാൻ പറയും ഇവള് വല്ല, മനസ്സിലായില്ല. അതുകൊണ്ട് എവളടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം ഐ ആം ഫൈൻ എന്ന്. ബൈസിലെത്താന്ന് ചോദിച്ചത്. അളിയാ മിക്സി സൗണ്ട് കേൾക്കണടാ. ഓക്കേടാ, ഞാൻ സെറ്റാക്കാം. അത് ഇവിടെ മിക്സി അടച്ചോണ്ട്. Absorbing echoes with the human body is not entirely unprecedented. ഇവൾ എന്തൊക്കെയാ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തരാണെന്തോ ഹ്യൂമൻ ബോഡി. I remember comprehensive mirror for historians mentioned this in the Huanglong section's opening. ഇവൾ എന്തരാ ഒരു മറ്റേ ഹോലോങ് സെക്ഷൻ ഓപ്പണിൽ എന്തരാ കേട്ടായിട്ട് ഇവൾ പറയണുണ്ട്. അപ്പം എനിക്കൊന്നും അറിഞ്ഞൂടെ, എന്തായാലും നോക്കാം. A celestial being descended, commanding the Tiangun's boundless power. Assuming a mortal form, they condensed the primordial essence, creating Pengu. Cleaving heaven and earth apart, they aligned the celestial and terrestrial. Their radiance encompassed the four corners. Thus began the illustrious annals of Huanglong. As provinces were bursting, there was a very strong person way back, like they held the whole universe right in their hands. As there was no terminal in those days, they absorbed the tacit discords with their bare hands. ഏതാ ഒരുത്ത വല്ല കിട്ടിൽ ഒരുത്ത ഉണ്ടായിരുന്നു, അവനൊക്കെ ഡാറ്റിൽ ഡിസ്കോണിനെ അണ്ടി അടിച്ച് ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയാണ് ചിക്സി പോയി പറഞ്ഞത്. അപ്പോൾ ടൈറ്റിൽ കൂടെ അങ്ങോട്ട് വരൂലേ, അവൻ അപ്പം അങ്ങോട്ട് വന്നിരുന്ന അവൻ്റെ അണ്ടിയിൽ ചവിട്ടി ഓടിച്ചതിനെ. അപ്പോൾ ഏതാ ഒരുത്തതിന് മുമ്പ് ഉണ്ടായിരുന്നു, ഏറ്റവും കിട്ടില്ല ഒരുത്തായി. അപ്പോൾ അവന് ഭയങ്കര പവറായിരുന്നു, അതിനെ പറ്റിയാണ് പോയി പറഞ്ഞത്. അവൻ മനുഷ്യനാണ്ടായിരുന്നു, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. And they used the power of that echo to rebuild the world, sort out the loss, and that's how the history of Huanglong began. അങ്ങനെയാണ് ആ ഹോലോങ്ങിൻ്റെ ഹിസ്റ്ററി തന്നെ ബീനായത്. അവൻ ഒറ്റ ഒരുത്തൻ. കാരണം അത് ആരാണെന്ന് എനിക്കും അറിഞ്ഞൂടാ, അവനും അറിഞ്ഞൂടാ. ഇവളും ആർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. വാട്ടിഫൈ ആണ്, അത്രയ്ക്കൊന്നും പോകണ്ട. ഓക്കെ, ചിക്സി അവളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തു. Actually, I'm not. I hope I was, though. Those were just small tales my parents used to tell me, kind of like the Sentinel's equipment thing. ഇവളെ അച്ഛനും അമ്മയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇവൾക്ക് ഈ കാര്യങ്ങൾ. അപ്പോൾ പണ്ട് നടന്ന കാര്യമാണ്. Yang Yang's got an impressive memory for the ancient texts. Me, I just happen to roughly remember what the story's about. യാങ് അങ്ങനെ കൂടുതൽ അറിയാമെന്നാണ് അവൾ പറഞ്ഞിരിക്കണം. ഇവളെക്കാലമൊക്കെ അറിയാം. Whether it's true or not, that story happened a long time ago, when Jinzhou didn't even exist. ജിൻസൂന്നും ഇല്ലാത്ത സമയത്താണ് ഈ കഥ കാണുന്നതെന്നാണ് പറയണത്. ഒരുപാട് മുമ്പാണ് നടന്നത്. Could it be that Rover's like the great, 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 great granddaddy of us all? അവൾക്ക് ഡൗട്ട് അടിച്ച്. ഇനി ഞാനാണ് ഏറ്റവും ആ കിടിലം ആ ടോപ്പ് നിന്നാ മറ്റേ
ഒരുത്തൻ വന്നല്ലേ ടാക്റ്റിക്കൽ റോഡ് അവനെ അണ്ണാക്കി അടിച്ച് അവനെ അടിച്ച് പറപ്പിച്ച് വിട്ടല്ലോ ഒരുത്തനെ അപ്പം. അപ്പോൾ എന്നെ ഗെയിം ഇതിനു മുമ്പ് അങ്ങനെ ആർക്കും അവനെ തൊടാൻ പോലും പറ്റിയില്ലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഏറ്റവും തുടക്കത്തിൽ ഒരു കിട്ടില്ല ഒരുത്തം ഉണ്ടായിരുന്നു. ഏറ്റവും അവൻ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ടാക്റ്റിക്കൽ ആ വില്ലൻ ഉണ്ടല്ലോ, അവൻ വരൂലായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നേ അവൻ അണ്ടി പൊക്കി ഓടിനെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ സ്ഥലം സേഫായിരുന്നു. പക്ഷേ അപ്പം ഇവരാരും ജനിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് വീണ് എനിക്കാണെങ്കിൽ അവനെ പറ അടിക്കാനുള്ള കഴിവുണ്ട്, മനസ്സിലായില്ല? അത്രയും കഴിവ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവക്കൊരു ഡൗട്ട്, ഇനി ഞാനാണ് ആ ഏറ്റവും കിട്ടില്ല ആ ഒരുത്തൻ പുനർജനിച്ചാനും വന്നതാണ് അങ്ങനെ എന്തൊക്കെയാണ് അവൾ ചോദിച്ചേക്കണം. എനിക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞോളാം. ഞാനാണെങ്കിൽ എനിക്ക് എന്നെ ഏതാ ഒരുത്ത് ബഹിരാകാശത്ത് നിന്ന് തള്ളി ഇങ്ങോട്ട് വിട്ടേണ്, കൈ പിടിച്ചിട്ട് തള്ളിക്കളഞ്ഞു. ഓ എവക്ക് എവള് എന്തോന്ന് റൂഡ് മയില്. ഇവള് മറ്റോള് ചോദിച്ചോ പറഞ്ഞ് മറ്റുള്ള ചിക്സി അവൾ ചോദിച്ചോ പറഞ്ഞ് അവൾക്കൊരു സംശയം ഞാനാണ് ഏറ്റവും ആക്കിയിട്ടില്ല. അപ്പോൾ ഇവള് പറഞ്ഞാൽ അതൊക്കെ ഇനി ബുക്ക് നോക്കി കണ്ടുപിടിക്കാം, ഹിസ്റ്ററിയൊക്കെ തപ്പി കണ്ടുപിടിക്കാന്ന് പറഞ്ഞു ബൈസി. ഇവള് ശരിയല്ല കേട്ടോ, ഇവളെൻ്റെ തലവേദനേനെ അവമാനിച്ചോളാണ്. തലവേദനിച്ചപ്പോൾ പറഞ്ഞ് ഒന്നും ചെയ്യണ്ട അങ്ങ് പോകുന്നു. ഇവളെന്താടാ ഇങ്ങനെ ഓവർ. ഇവളെ റോവർ അല്ലടി, റെഡ് ഫോക്സ്. ഗ്രാഫിക്സ് തീ തന്നെ കേട്ടോ, ഒറ്റ ഇതിൽ പറയാൻ ഗ്രാഫിക്സ് തീ തന്നെ. സിഗ്നൽ വന്നു. എൻ്റെ ആയിരിക്കണം വെപ്പണും ഇവിടെ ഒന്നും ഉള്ളേ അല്ല, അതൊക്കെ ഭയങ്കര പഴയത് അങ്ങനെ എന്തിനാണ്. അപ്പോൾ തീ ആയിട്ടുള്ള ഒരു പവറുള്ള ഒരുത്തനാണ് ഞാൻ, പക്ഷെ ആരാണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. സിഗ്നൽ ഒന്നടാ. ഇതൊരു ഹോളോഗ്രാഫിക് മെസ്സേജാണ് ജിൻസുവിൻ്റെ ആ സിറ്റീനെ പറ്റി, ജിൻസു സിറ്റിയിലോട്ടുള്ള സിറ്റി ഹാളിലോട്ടുള്ള സിറ്റി ഹാളിൽ നിന്നുള്ള ഓക്കെ അവിടെ നിന്നുള്ള. ഇവളാണ് ജിൻസി, മാജിസ്ട്രേറ്റർ ഓഫ് ജിൻസു. ജിൻസുവിൻ്റെ തലയാണ് ഇവള്. ഇവളുടെ പേര് ജിൻസി. എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവള് മൂൺ ചേസിങ് ഫെസ്റ്റിവൽ ഇപ്പോൾ അവിടെ ആ സിറ്റിയിലോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഇപ്പോൾ ഈ ടാക്റ്റിക്കൽ പന്നി വന്നത് ഇവൾ അറിഞ്ഞു കാണൂല. ഇപ്പോൾ അവിടെ നിന്നൊരു മെസ്സേജ് എന്തായാലും ആ ഒരു ഇത് വന്ന് സിഗ്നൽ കണക്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ അവൾക്ക് വരാൻ പറ്റിയ ആ ഒരു മെസ്സേജിലൂടെ. ആ ടാക്റ്റിക്കൽ വില്ലൻ പന്നീരെ മോയി വീണ്ടും ജിൻസിലോട്ട് കടന്നു കയറാൻ നോക്കുന്നുണ്ട്. ആ പന്നി ഉണ്ടല്ലേ അവൻ ഇങ്ങോട്ട് വരാതെ നോക്കിയപ്പോൾ ഇവള് ഒരുപാട് ഡിഫൻസ് വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ അവൻ അവിടെ കയറിയാൽ ഹോലോങ്ങിൽ ഇട്ട് ഹോലോങ് വെച്ചാൽ ആ ഡ്രാഗൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഇട്ടാണ് ഹോലോങ്. മൊത്തം 6 സിറ്റിയാണ്ടേനുള്ള. റെഡ് ഫോക്സ് നീ ആരാടാ? ഞാനാണ് ആ പയ്യൻ. ഇതിൽ മൊത്തം ഗേൾസ് അല്ലേ ഉള്ള, 3-4 ഗേൾസ് നിൽക്കുമല്ലോ. ആ പയ്യൻ ഞാനാണ്, മനസ്സിലായില്ലേ? ആ റോവറെന്ന് എന്നെ വിളിക്കില്ല, ഞാനാണ് ഈ പയ്യൻ. ഞാനാണ് ഈ കണ്ട കറുത്തോട് പറ്റിക്കുന്ന ഒരു പയ്യൻ ഞാനാണ്. ഈ പയ്യൻ യബുക്ക് എങ്ങനെയും ഭാവിയിൽ റിട്ടയറൊക്കെ ചെയ്ത് പോകണം. അപ്പോഴത്തേക്ക് ഇവനൊന്ന് അടിച്ചിട്ടിട്ട് പോയാൽ അത്രയും സമാധാനം. അങ്ങനെയാണ് ആ ഓത്ത ഒന്ന് ടാക്റ്റിക്ക് പന്നി കയറി വന്നാൽ മൊത്തത്തെ പോലെ ഞാൻ അവനെ അടിച്ച് പറപ്പിച്ചാണ്. അപ്പോഴത്തേക്ക് നേരത്തെ അടിച്ച് പറപ്പിച്ച് അവൾ അറിഞ്ഞില്ല എന്തോ. എന്തായാലും ഇവളെ സിറ്റിയിലോട്ട് എനിക്കൊന്ന് കയറണം. ആ സിറ്റി കയറിലെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇവളെന്തിനാ സഹായം അടുത്ത് ചോദിച്ച് ജിൻസി. അവൾ താഴെ വന്നു.
ഹുവലോങ്ങും ജിൻസോണ് നമുക്ക് മെയിനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും അതിനെയാണ് കൂടുതലും കാര്യമാക്കുന്നത്. We have awaited your arrival for a long time. ഓ, അവള് പറഞ്ഞേക്കണേ എന്നെ കാത്തിരിക്കുമായിരുന്നു അടുത്തിരുന്നാൾ. അപ്പം ഞാനാണ് മറ്റേ നേരത്തെ പറഞ്ഞ വലിയ തല, പണ്ടത്തെ മനസ്സിലായില്ലേ, പണ്ടത്തെ കിടിലൻ പയ്യൻ ഞാനായിരുന്നു. ബൈസി കാണടി, നീ എൻ്റെ തലവേദന അധിക്ഷേപിച്ചല്ലേടി കാണടി. Given the circumstances, you may be feeling bewildered at this time. ഇതൊക്കെ അവള് പറയണോണ്ടാ ഞാനാണെന്നാണ് ആ വലിയ You തല. should have noticed some strange happenings related to you. എനിക്ക് എന്തൊക്കെ അവിചാരിതമായിട്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ ഓർത്ത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്നെ ബഹിരാകാശത്തു നിന്ന് ഒരു മരി ഒരുത്തി തള്ളിയിട്ട് നമ്മുടെ അങ്ങനെയാണ് ഈ വെള്ളത്തിൽ ഇവിടെ വന്നുകൊണ്ട് എന്നെ അവരെ കണ്ട് മൊത്തത്തിൽ ഒരു പരുവായത്. ചാറ്റ് ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. അല്ലെ ഇനി അവൻ അവൻ്റെ അണ്ടി വെട്ടി മാറ്റണം. എടാ ഇനി ഞാൻ വരട്ടെ, ആ ടാറ്റിക്കൽ കൊണ്ടോട്ടെ അവൻ്റെ അണ്ടി വെട്ടി പറപ്പിക്കാം, അവൻ്റെ അണ്ടി വെട്ടി ദൂരെ ഇറങ്ങിട്ട് അവനെ ചവിട്ടി ഓടിക്കും ഇവിടെ നിന്ന്. If you plan to stay in Jinzhou for some time, I would be more than delighted to personally meet you in the city hall. എന്നെ അവൾ അവിടോട്ട് വരാൻ ക്ഷണിച്ചേക്കണം. കാരണം വെച്ചാൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ മറ്റോ വരൂല. അവൻ എന്നെ പേടിയാണ്. നേരത്തെ അവനെ ഓട്ടിച്ചില്ല, അണ്ടി അടിച്ച് ഓട്ടിച്ചവനെ. While I cannot guarantee to provide all the answers you need, I will do my best to assist you and provide necessary permissions, if applicable. എപ്പോൾ എന്തൊരു ഡീസൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കണം നിങ്ങൾ നോക്കിയാണ്. ആ ബൈസ് എടി കണ്ട് പടിയടി, കണ്ട് പടി. This is only my personal request. You can decide your course of action in any way you see fit. ഓ അവൾക്ക് അവള് പറഞ്ഞാൽ എനിക്ക് വേണേ വരാം, വേണ്ടേ വരണ്ട, അത്രയ്ക്ക് റിക്വസ്റ്റ് പോലെയാണ് അവളെൻ്റെ അടുത്ത് സംസാരിക്കണം. മറ്റേ പെണ്ണായി പോയില്ല, നിന്നെ ഞാൻ ഓട്ടിച്ചാലേ അവിടെ ബൈസി. Therefore, I request the people and soldiers of Jinzhou to assist this esteemed visitor when the opportunity arises. എന്തൊക്കെ വലിയ കാര്യങ്ങളോട് നടക്കുന്നുണ്ട് കേട്ടോ. എന്നെ അവിടോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, എനിക്ക് വേണേ പോകാമെന്നാണ് പറഞ്ഞേക്കണം. Why do I get this feeling? This person our magistrate was talking about. As Rover. ഞാനാണ് റോവർ. വെച്ചാൽ പണ്ടത്തെ വലിയ കിട്ടില്ല, മനസ്സിലായില്ലേ? അതാണ് അവൾക്കറിയാം, അവൾക്ക് ജിൻസിക്ക് മനസ്സിലായി. ബൈസി നിനക്കറിഞ്ഞൂടെ, നീ വല്ല എവിടെയാണ്ട പോയി സാമ്പിൾ എടുക്കാൻ പോയിട്ട് മനുഷ്യനെ പ്രശ്നത്തിലാക്കാൻ വന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നു നിന്നെ എടുത്തോണ്ട് പോയനെ. ആ ടാക്ടിക്കലവൻ മനസ്സിലായില്ലേ? ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ട്. Yep, that's me. I'm still too early to tell. മൂൺ ചേസിങ് ഫെസ്റ്റിവൽ എനിക്ക് എന്തായിരുന്നു അറിയണം. The Moon Chasing Festival and the Spring Moon Festival are the liveliest times in Huanglong. They're two of our most famous traditional festivals. ഹുവലോങ്ങിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഫെസ്റ്റിവലാണിത്. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നാൽ ഒന്ന് കളറാക്കട്ടെ. Every region in Huanglong will be celebrating the festivals in their unique ways. എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം എനിക്ക് അങ്ങോട്ട് ചെല്ലാം. There's no exception in that regard. Hey, that ain't the point, okay? What are your plans now, Rover? എൻ്റെ പ്ലാൻ എന്താണ് ഇവർ ചോദിക്കണം. ഓക്കെ, എൻ്റെ പ്ലാൻ എന്തെന്ന്. ഗോ മീറ്റ് ദ മജിസ്ട്രേറ്റ് സിറ്റി ഹാൾ, ഗോ വിസിറ്റ് ജിൻസു സിറ്റി. ഐ ഡോണ്ട് ഹാവ് എ പ്ലാൻ സെറ്റ്. ടേക്ക് എ ലുക്ക് അറ്റ് ദോസ് ഫെസ്റ്റിവ്. എനിക്ക് ആ ജിൻസു സിറ്റിയിലോട്ട് ചെല്ലണം. I remember you had a flashback of yourself looking into its eyes when you saw the statue of our sentinel. സ്റ്റാച്ചു മറ്റേ ഡ്രാഗൻ്റെ ഒരു ചിഹ്നം ഇല്ല, അതിലോട്ട് ആ ഒരു പ്രതിമ അതിലോട്ട് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മെമ്മറി തന്നെയാണ് അത്. നമ്മളെ അടുത്ത് തന്നെ ചോദിച്ചത്. We can't confirm its authenticity, but based on the magistrate's message, it seems Jinzhou has a lot to do with your past. ആ സ്ഥലവും ഞാൻ എൻ്റെ പാസ്റ്റും ഒക്കെ തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അവിടെ ചെല്ലണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഈ ഓത്തോളം എൻ്റെ കൂടെ വരുമെന്നോ മറ്റേ ബൈസി.
you were the visitor Magistrate mentioned or not, you are surely important to Jinzhou, and you will be our important... ഓ ഇവള് പറഞ്ഞേക്കണ ഓ ഇത് തന്നെ അത്രേ ഉള്ളു അളിയാ വളഞ്ഞ് കണ്ടാ വളഞ്ഞിട്ട് അളിയ കണ്ടില്ലേ ഇവര് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഞാൻ അവിടെ സിറ്റിയിൽ ജിൻസി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പം ആ സിറ്റിക്ക് ജിൻസു ആ സിറ്റിക്ക് ഞാൻ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം യാങ്ങും എടാ അവളെ പേരെന്തിന് ഇവിടെ രണ്ടുപേരും ഈ ചുമന്ന കുട്ടികൾ നമ്മളെ ഇവിടെ ഉണ്ടല്ലേ രണ്ടുപേർക്ക് ഇപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ മറ്റോള് പോകാൻ പറ ഇവള് ബൈസ് അവള് വേറെ കടയിലും പോട്ട് ഫ്രണ്ടാ. ഓക്കെ ഫ്രണ്ട് നോക്കാം. Once we're back in Jinzhou, I'll treat you that famous specialty from Panhua's restaurant. ഓ ചിക്സി പറഞ്ഞെങ്ങനെയെന്ന് വെച്ചാൽ അവിടെ ജിൻസുയോട് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ കയറി എനിക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് തന്ന് പാർട്ടി തരാമെന്ന് അവൾ പറഞ്ഞേക്കണം. ഓക്കെ അപ്പോൾ ചിക്സി പറഞ്ഞുകൊണ്ട് ഞാൻ വരും, നീ വരണ്ട. ഓക്കെ നീ വരണ്ട, ഞാൻ ഇവള് ബൈസി വരണ്ട, ഞാനും ഇവളും പൊയ്ക്കോളാം, അവൾ രണ്ടുപേരും. ലെറ്റ്സ് ഗോ പോയിട്ടൊരു ചായ ഒക്കെ കുടിച്ചിരിക്കും വരാം. It would be best for your well-being to have a thorough physical examination once we arrive in Jinzhou. While there don't seem to be any immediate side effects following the absorption of that echo, we cannot rule out the possibility of other latent Risks. Given our lack... I'm gonna get you one you can absorb. I never go back on my promise. Your hero Chisha's മറ്റൊക്കെ പറ്റല്ല കേട്ടാ. ബൈസി അവിടെ എന്നെ കുറ്റം പറഞ്ഞു ഓടിക്കുകയാണ്, ചിക്സിയാണെന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് അവളെ പെണ്ണായിട്ട് ഇല്ല, അവളെ അടിച്ചോടിച്ചു ഭയങ്കര കുറവ്. തീർന്നാമേ ആ കല്ലടിച്ചിട്ട് അവന് Can you reenact what you did before? Shake your head. I feel nothing. Maybe you can only absorb the powerful ones with your body. Or does it have to be a certain type of tacit discord? Or maybe we should give your terminal a whirl. Sorry, എൻ്റെ പവറിങ് അബ്സോർവ് എടുക്കാനാണ് പറഞ്ഞു. പന്നീൻ്റെ പവറിൽ നിന്ന് എടുക്കുവനെ. അപ്പം ഈ ഒരു പവറാ. ഓക്കേടാ കേട്ടാ, നീ പവർ കയറിയേട്ടാ. ഈ പന്നി കല്ല് പറയില്ല അവൻ്റെ എബിലിറ്റി എനിക്ക് കിട്ടി. ഇനി ഞാൻ അടുത്ത യുദ്ധത്തിന് പോകുമ്പം എനിക്ക് ഈ എബിലിറ്റിയും കൂടെ സെറ്റ് ആവും. എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നോക്കണം. Your terminal ഇനി ചായ കുടിക്കാൻ പോകാം. but the functions are pretty much the same.